നമ്മളെ പഴയ ബ്രൈഡാ ദക്ഷിണ എത്ര ഇപ്പം 8 മാസം. 8 മാസം. ഓക്കെ. ഇന്ന് എങ്ങനെയാ വേണ്ടേ? ഇന്ന് ഞാൻ സാരി തന്നെയാണ് കല്യാണ തലേന്ന് ലുക്കാണ്. സിമ്പിളായിട്ട് ഹെയർ എക്സ്റ്റൻഷൻ ഒന്നും എനിക്ക് വേണ്ട. സാധാ പോലെ ബാക്കിലേക്ക് വെച്ചിട്ട് കുറച്ച് പൂ വെക്കണം. 2 റെഫറൻസ്. ബാക്കിലെ ഹെയർ എങ്ങനെയാ വേണ്ടേ? ടോം ചെയ്തിട്ടാണോ അതോ? അത് എനിക്ക് എങ്ങനെയാണെന്നറിയില്ല. പക്ഷെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 റെഫറൻസ് കാണിച്ചിട്ട് അങ്ങനെ സിമ്പിൾ ആയിട്ട് ഹെയർ എക്സ്റ്റൻഷൻ ഒന്നും വേണ്ട. ഭയങ്കര സിമ്പിൾ ആയിട്ട് ചുട്ടിയൊന്നും വെക്കുന്നില്ല, ഒന്നുമില്ല. ജസ്റ്റ് ജ്വല്ലറി ഇടും, അങ്ങനെ ചുട്ടി മാറ്റി. ഭയങ്കര സിമ്പിൾ. അതെല്ലാം ഭയങ്കര സിമ്പിൾ ആണ്. ഞാൻ സാരി കണ്ടപ്പോ ഭയങ്കര സിമ്പിൾ ആണ്. ഭയങ്കര സിമ്പിൾ ആണ്. അയൺ ചെയ്യാൻ വേണ്ടി എടുത്ത സമയത്ത് അപ്പൊ കണ്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ കൊടുത്തിട്ട് പോയത് അന്ന്. ഞാൻ ഇന്നാ കാണുന്നത് പ്രീ ബ്രൈഡലിന് വന്നത്. ഇവിടെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് എലർജി അവലെന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചു തുടങ്ങാം. ഇങ്ങനത്തെ എല്ലാ പണികളും കിട്ടുക ആ സമയം. ഞാൻ ഇത്രയും ദിവസം വന്നപ്പോ ഞാൻ വിചാരിക്കണ്ട എന്താ തുമ്മാത്തത്. മറ്റേ കോഴിക്കോട് വന്ന എനിക്കൊരു എലർജി ഒക്കെ വരുന്ന. ഇന്നലെ നോക്കുമ്പോ രാത്രി തുടങ്ങി തുമ്മല്, ചൊറിയല്, ഇനി വേറെ ഒന്നുമില്ല. എൻഗേജ്മെന്റിന് ഇതായിരുന്നു. ഇനി കുറേ പേര് പറഞ്ഞു. ഇപ്പോഴും എന്നോട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എവിടുന്നാ ചെയ്ത് മേക്കപ്പ്. കുറെ എൻഗേജ്മെന്റ് ഫുൾ പോപ്പിത്താണ്. ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് എൻക്വയറി വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു ലുക്കിന്റെ. എപ്പോഴേ മൈലാഞ്ചി ഇട്ടു തുടങ്ങിയതാ രാവിലെ. മൈലാഞ്ചി അത്യാവശ്യം നല്ല സമയം പിടിക്കണ ഒരു സാധനം. നല്ലോണം ടൈം എടുത്തിന്. 5:30 വരെ ഒരേ ഇരിപ്പായിരുന്നു. ഭയങ്കര അധ്വാനം പിടിച്ചൊരു പണിയാണ് ശരിക്കും. ഇടുന്ന കുട്ടികളെ നടുവൊന്നും പിന്നെ ഒന്നിനും പറ്റൂല ശരിക്കും. അത്രയും സമയം കുട്ടി ശരിക്കും ഭയങ്കരമായിട്ട് പണിയുള്ള ഒരു പരിപാടിയാണ് ഈ മെഹന്തി ഇടുക എന്ന് പറഞ്ഞാൽ. ഇത് ചാർജ് ചെയ്യുമ്പോഴാണ് എല്ലാവർക്കും വലിയ പ്രശ്നം വരിക. പക്ഷെ അവരെ അധ്വാനം വെച്ച് നോക്കുമ്പോൾ ആ ചാർജ്. പക്ഷേ ഇല്ലേ, ഇന്നലെ ഞാനത് ചിന്തിക്കുകയായിരുന്നു. ലൈക്ക് നമ്മൾ വിചാരിക്കുമോ ഭയങ്കര കൂടുതലാണ്, പക്ഷെ അത് വേർത്താണ്. കാരണം അവർ അത്രയും എഫേർട്ട് ഇടുന്നുണ്ട് അത്രയും. പിന്നെ അവർക്ക് ആ ഹെൽത്ത് ഇഷ്യൂസ്, അതുകൊണ്ട് വരുന്ന ഹെൽത്ത് ഇഷ്യൂസ് വേറെ. അത്രയും നേരം ഒരേ ഇതിലിരിക്കല്ലേ. ടെമ്പിൾ ഷൂട്ട് എത്ര മണിക്ക് തുടങ്ങി? 7:30 കഴിഞ്ഞ്. 7 മണി എന്നോട് പറഞ്ഞാൽ ഞാൻ 7:30 കഴിഞ്ഞു. This time I actually thought it just started running away. We were all calling girls. മേക്കപ്പും കുറേ നേരം അത്രയും മണിക്കൂർ കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല. ഒരു 6 നമ്മളിപ്പോഴാണ് രാവിലെ ഇട്ടല്ലേ, 8 ഒക്കെ ആകുമ്പോഴത്തേക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു 6 ഒക്കെ കഴിഞ്ഞ് ഞാനൊരു 7 ഒക്കെ ആയി റിമൂവ് ചെയ്യുമ്പോഴും. അപ്പോഴാണ് ഈ കാജിലൊക്കെ ഒന്ന് ചെറുങ്ങനെ സ്പ്രെഡ് ആയിട്ടേ ഉള്ളൂ. ബാക്കിയെല്ലാം അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ഫൈനലായി കഴിഞ്ഞിട്ട് കട്ടി കിട്ടും. ഞാൻ കുറെ തിന്നു. മതിയില്ലേ? ഓക്കെ അല്ലേ? നമുക്ക് സാരി ഉടുത്തിട്ട് ഡിപ്പിൻ്റെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇല്ലെങ്കിൽ ഇത് പോവാം. കാരണം ഈ ഒരു കളറിലേക്ക് ഇതായിരിക്കും കുറച്ചുകൂടെ ഇതായി പോവാം. ദക്ഷിണ റെഡിയായി. എന്തായി? നന്നായി. പണ്ടത്തെ പോലെ തന്നെ നന്നായി. അതേപോലെ തന്നെ അല്ലേ? മാറ്റൊന്നും സംഭവിച്ചില്ലല്ലോ. വിചാരിച്ച പോലെ തന്നെ. ഇനി നമ്മളെപ്പോഴാ കാണുക? ഇനി അറിയില്ല. ഇനി പോപ്പിത്തെ നാളെ കല്യാണത്തിന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ വരുമ്പോ കാണാൻ നമുക്ക്. അപ്പൊ ഞാൻ അവിടെ തന്നെ വരുമല്ലോ. സർവീസ് എടുക്കാനൊക്കെ വരും. എന്തായാലും വരുമല്ലോ നാട്ടിൽ. അപ്പൊ താങ്ക് യു സോ മച്ച്. ശരി. അപ്പൊ ഇനിയും ആരെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഓഫ് കോഴ്സ് പറഞ്ഞെടുക്കും. ഹാപ്പിയാണ്. താങ്ക് യു. യെസ് ഓഫ് കോഴ്സ്. താങ്ക് യു.
പറയുന്നത്